DC-യുടെ ഡാർക്ക് യൂണിവേഴ്സായ ആബ്സല്യൂട്ട് യൂണിവേഴ്സിലെ ആബ്സല്യൂട്ട് ബാറ്റ്മാൻ എന്ന കോമിക്സാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കോമിക്സിൻ്റെ ഇഷ്യൂ 1 ആണത്. ഇത് ഒരുപാട് കോമിക്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് പോവാം. ഗോതം സൂവിൽ സ്കൂൾ കുട്ടികളൊക്കെ നിൽക്കുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത്. അവിടെ വവ്വാലുകളെക്കുറിച്ചുള്ള ഒരു ബോർഡിലേക്ക് കുട്ടിയായ ബ്രൂസ് ആകർഷിക്കപ്പെടുന്നു. വവ്വാലുകൾ ഭ്രാന്തന്മാരാണ്, അവ ഇരുട്ടിൽ പറക്കുന്നു എന്നൊക്കെ എഴുതിയ ആ ബോർഡിൽ നിന്ന് കണ്ണെടുക്കാൻ അവൻ മടിക്കുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്നത്. ബ്രൂസ്, വവ്വാലുകളെ കാണാൻ ഇനിയും സമയമുണ്ട്, വരുമോ? അടുത്ത രംഗത്തിൽ രാത്രി സമയത്ത് ഗോതം നഗരത്തിലൂടെ ഒരു വെറ്ററൻ ബൈക്കിലൊരാൾ പോകുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ആൽഫ്രഡ് പെന്നിവർത്ത്. ഈ ആബ്സല്യൂട്ട് യൂണിവേഴ്സിൽ ബാറ്റ്മാൻ്റെ ഒരു സഹായിയല്ല, ഉയർന്ന പദവിയിലുള്ള ഒരു മിലിറ്ററി ഗവൺമെൻറ് ഏജൻ്റാണ്. സിറ്റിയിലൂടെ പോകുമ്പോൾ വാർത്തകളിൽ പാർട്ടി ആനിമൽസ് എന്ന അതിക്രൂരമായ ഒരു ഗ്യാങ് നടത്തുന്ന വൻ കൊലപാതകങ്ങളെപ്പറ്റി കേൾക്കാം. താൻ പണ്ട് കണ്ട ഗോതമല്ല ഇതെന്ന് ആൽഫ്രഡ് തിരിച്ചറിയുന്നു. ആൽഫ്രഡ് നേരെ പോകുന്നത് ഗോതം ഡെല്ലി എന്ന ടീ ഷോപ്പിലേക്കാണ്. അവിടെയുള്ള അമീർ എന്ന കടക്കാരനോട് സംസാരിച്ച് അതിൻ്റെ പിന്നിലുള്ള തൻ്റെ രഹസ്യ താവളത്തിലേക്ക് ആൽഫ്രഡ് പോകുന്നു. തൻ്റെ രഹസ്യമുറിയിൽ ആൽഫ്രഡ് കയറുമ്പോൾ അവിടെ മാരകമായ ആയുധങ്ങളുടെ വലിയ ശേഖരമാണുള്ളത്. തൻ്റെ മകൾ ജൂലിയയ്ക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ച ശേഷം ആൽഫ്രഡ് തൻ്റെ ലാപ്ടോപ്പ് കണക്ട് ചെയ്യുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഏജൻസി പുതിയ മിഷൻ നൽകുന്നു. കഴിഞ്ഞ 3 മാസമായി ഗോതത്തെ ഭീതിയിലാഴ്ത്തിയ പാർട്ടി ആനിമൽസ് എന്ന ഗ്യാങ്ങിനെ നിരീക്ഷിക്കുക. കഴിഞ്ഞ ദിവസം ഒരു ഡേ കെയർ കത്തിച്ച് 32 പേരെ കൊന്നവരാണവർ. കൂട്ടത്തിൽ മറ്റൊരു ഞെട്ടിക്കുന്ന മുന്നറിയിപ്പും ആൽഫ്രഡിന് അവർ കൊടുക്കുന്നു. ഈ ഒരു സിറ്റിയിൽ മറ്റൊരു വ്യക്തി കൂടി ഇറങ്ങിയിട്ടുണ്ട്, അവൻ ഈ ഗ്യാങ്ങിനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. അത് കേട്ട് ആൽഫ്രഡ് തൻ്റെ തോക്കും എടുത്ത് ഇറങ്ങുമ്പോൾ ദേഷ്യത്തോടെ പറയുന്നു, ഐ ഹേറ്റ് ദിസ് ടൗൺ. ബ്രൂസ് ക്രോക്സ് ജിമ്മിൽ പഞ്ചിങ് ബാഗിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും പവർ കൂട്ടാനുള്ള തീവ്രമായുള്ള ട്രെയിനിങ്ങിലാണ് ബ്രൂസ് ഇപ്പോൾ ഉള്ളത്. അവിടെ വെച്ച് കിളികളും അപൂർവ മൃഗങ്ങളുമായി ബ്രൂസിൻ്റെ സുഹൃത്തായ വെരോൺ എത്തുന്നു. അവൻ OC വഴിയാണ് ഈ ലൈസൻസ് സംഘടിപ്പിച്ചതെന്ന് ബ്രൂസിനോട് പറയുന്നുണ്ട്. സിറ്റിയിൽ നടക്കുന്ന ഇഷ്യൂസിനെ പറ്റി അവർ സംസാരിക്കുന്നു. പാർട്ടി ആനിമൽസ് എന്നറിയപ്പെടുന്ന അക്രമികൾ നഗരത്തെ ഭീതിയിലാഴ്ത്തുകയാണ്. നഗരത്തിലെ ആളുകൾ കൊല ചെയ്യപ്പെടുമ്പോഴും തനിക്ക് പോക്കർ കളിക്കാനോ പാർട്ടിക്ക് പോകാനോ കഴിയില്ലെന്ന് ബ്രൂസ് പറയുന്നു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിലേക്ക് അവൻ എത്തുന്നു. ബ്രൂസ് പഞ്ചിങ് ബാഗിൽ അടിക്കുമ്പോൾ അവൻ്റെ ചെറുപ്പകാലത്തെ ഒരു സംഭവം ഓർമ്മ വരുന്നു. സിംഹത്തെ കാണാൻ മൃഗശാലയിൽ പോയതും അച്ഛൻ തോമസ് വെയിനുമായി സിനിമ കാണാൻ പോകുന്നതിനെക്കുറിച്ച് സംസാരിച്ചതെല്ലാം അവൻ്റെ മനസ്സിലൂടെ പോകുന്നു. അതേസമയം മറ്റൊരു ബോട്ടിനുള്ളിൽ ബ്ലാക്ക് മാസ്ക് സിറ്റിയിലെ പ്രമുഖ മാഫിയ തലവന്മാരായ ഫാൽക്കോൺ, മാറോണി എന്നിവരുമായി ചർച്ച നടത്തുന്നു. ബ്ലാക്ക് മാസ്ക് തൻ്റെ അപൂർവമായ ഡെത്ത് മാസ്കുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ ഫാൽക്കോണിൻ്റെയും മാറോണിയുടെയും സഹോദരന്മാരുടെ മാസ്കുകളും ഉണ്ടായിരുന്നു. കാര്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് ബ്ലാക്ക് മാസ്കിൻ്റെ ആളുകൾ ഫാൽക്കോണിനെയും മാറോണിയെയും ദയാദാക്ഷിണ്യമില്ലാതെ കൊലപ്പെടുത്തുന്നു. പാർട്ടി ആനിമൽസ് എന്ന വിചിത്രമായ മാസ്ക് ധരിച്ച ഗ്യാങ് സിറ്റിയിലെ ആളുകളെ വെട്ടി പരിക്കേൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന വാർത്ത പരക്കുന്നു. ടൗൺ ഹാളിൽ ഗോതം സിറ്റി മേയറായ ജിം ഗോർഡൻ ജനങ്ങളുടെ പരാതി കേൾക്കുകയാണ്. ആളുകൾ പേടിച്ചാണ് ജീവിക്കുന്നത്. മേയർക്ക് കുറ്റവാളികളെ പിടിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ജനങ്ങൾ രോഷാകുലരാകുന്നു. മേയറുടെ മീറ്റിങ്ങിന് പുറത്ത് പാർട്ടി ആനിമൽസ് ഗ്യാങ് തോക്കുമായി ആക്രമണത്തിന് തയ്യാറായി നിൽക്കുന്നത് ആൽഫ്രഡ് കാണുന്നു. വൻ നാശം സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഞാനിവരെ തടയും. എന്നാൽ റേഡിയോയുടെ മറുതലക്കിൽ നിന്ന് പെർമിഷൻ ഇല്ല പെന്നിവർത്ത്. അവിടെ എന്ത് സംഭവിച്ചാലും നീ വെറുതെ നോക്കി നിൽക്കുക മാത്രം ചെയ്യുക. ടൗൺ ഹാളിലെ ജിം ഗോർഡൻ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പോലീസ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾ ദേഷ്യത്തിലാണ്. ബാർബറ ഗോർഡൻ ഇടപെട്ട് നമ്മൾ പേടിച്ചിരിക്കരുത്, ഒന്നിച്ച് നിൽക്കണമെന്നൊക്കെ ജനങ്ങളോട് പറയുന്നു. ബാർബറ സംസാരിച്ച് നിർത്തുന്നതിന് മുമ്പ് ഫ്ലാഷ് ബാങ്ക് ഗ്രനേഡ് പാർട്ടി ആനിമൽസ് എറിയുന്നു. അത് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കപ്പെടുന്നു. തോക്കുകൾ ഏന്തിയ പാർട്ടി ആനിമൽസ് ഗ്യാങ് ഹാളിൽ അതിക്രമിച്ച് കടക്കുന്നു. ഗ്യാങ്ങിലെ ഒരാൾ ജിം ഗോർഡനെ വെടിവെക്കുന്നു. ജിം ഗോർഡൻ വെടിയേറ്റ് വീഴുന്നു. ഡാഡ് എന്ന് ഭയന്ന് വിളിക്കുന്ന ബാർബറയോട് ജനങ്ങളെല്ലാം വേഗം പുറത്തെത്തിക്കാൻ ഗോർഡൻ ആവശ്യപ്പെടുന്നു. പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജനങ്ങളെ അക്രമികൾ തടയുന്നു. ആ സമയം ബാറ്റ്മാൻ ഹാളിലെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി ബിൽഡിങ്ങിൻ്റെ മുകളിൽ സ്നൈപ്പറുമായി നിൽക്കുന്ന ആൽഫ്രഡിനോട്
കമാൻഡ് സെൻറ്റർ ആളപായമുണ്ടോ എന്ന് ചോദിക്കുന്നു. ബാറ്റ്മാൻ എത്തിക്കഴിഞ്ഞെന്ന് ആൽഫ്രഡ് മറുപടി നൽകുന്നു. ഒരുപാട് അക്രമികൾ ബാറ്റ്മാനെതിരെ തുരുതുരാന്ന് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തൻ്റെ ക്യാപ്പ് കൊണ്ട് വെടിയുണ്ടകളെല്ലാം തടുത്തു മാറ്റി ബാറ്റ്മാൻ അവരുടെ മുകളിലേക്ക് ചാടി വീഴുന്നു. ബാറ്റ്മാൻ അക്രമികളെ ഓരോന്നോരോന്നായി അടിച്ചു തകർക്കുന്നു, ജനലിലൂടെ എറിയുന്നു. വെടിവെക്കുന്നവരൊക്കെ അടിച്ച് തൂഫാനാക്കി. ബാറ്റ്മാൻ്റെ ഫൈറ്റിംഗ് സ്കിൽസൊക്കെ ആൽഫ്രഡ് കാണുന്നുണ്ടായിരുന്നു. ബാറ്റ്മാന് ഒരുപാട് മാർഷൽ ആർട്സ് പഠിച്ച ഒരാളാണെന്ന് ബാറ്റ്മാൻ്റെ സ്പീഡും എബിലിറ്റിയും കണ്ട് ആൽഫ്രഡ് മനസ്സിലാക്കി. എല്ലുകൾ ഒടിയുന്ന ശബ്ദം കേൾക്കുന്നുവെങ്കിലും ആരെയും അവൻ കൊല്ലുന്നില്ല. ആരുടെയും രക്തധമനികളിൽ മുറിവേൽക്കാതെ കൃത്യമായ അളവിലാണ് അവൻ ആക്രമിക്കുന്നത്. അത്രയും ക്രൂരമായി ഫൈറ്റ് ചെയ്യുമ്പോഴും ആരും മരിക്കുന്നില്ല. ഇവനൊരു ഐഡിയലിസ്റ്റിക്ക് തന്നെ. ആൽഫ്രഡ് അത്ഭുതപ്പെടുന്നു. പാർട്ടി എനിമീസിലെ ഏറ്റവും ക്രൂരമായ വില്ലൻ ഇറച്ചി വെട്ടുന്ന ഒരു കത്തിയുമേന്തി ബാറ്റ്മാൻ്റെ മുന്നിലേക്ക് വരുന്നു. ഈ കൈകൊണ്ട് ഞാൻ കൊന്ന ആളുകളുടെ എണ്ണം നിനക്ക് എണ്ണാൻ കഴിയില്ല. ഒരു ചാൻസ് തരാം, ഞങ്ങളുടെ വഴിയിൽ നിന്ന് മാറിപ്പോ എന്നവർ ഭീഷണിപ്പെടുത്തുന്നു. ബാറ്റ്മാൻ ഒരു വാക്കും മിണ്ടാതെ തൻ്റെ ബെൽറ്റിൽ നിന്ന് സ്വന്തം വെപ്പണെടുത്ത് വെല്ലുവിളിയോടെ അവൻ്റെ മുന്നിൽ നിലയുറപ്പിക്കുന്നു. ഇറച്ചി വെട്ട് കത്തി ഏന്തി വന്ന ആ ഭീകര വില്ലൻ്റെ കൈ ബാറ്റ്മാൻ നിമിഷ നേരം കൊണ്ട് തൻ്റെ കോടാലി ഉപയോഗിച്ച് വെട്ടിമാറ്റുന്നു. അവൻ അങ്ങനെ തന്നെ വേണം. കൈ നഷ്ടപ്പെട്ട് നിലവിളിക്കുന്ന അക്രമിയോട് ബാറ്റ്മാൻ ശാന്തമായി പറയുന്നു, ഇവിടെ നിന്ന് തെക്കോട്ടോ അതോ കിഴക്കോട്ടോ? 3 ബ്ലോക്ക് അകലെ ഒരു ഹോസ്പിറ്റലുണ്ട്, വേഗം ഓടിക്കോ, ചിലപ്പോൾ അവർക്കിത് തുന്നിച്ചേർക്കാൻ പറ്റിയേക്കാം. അതുകൊണ്ട് ഭയന്നു നിൽക്കുന്ന മറ്റ് ആക്രമികളോട് ബാറ്റ്മാൻ ഒരൊറ്റ മുന്നറിയിപ്പ് നൽകുന്നു, ഇനി ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെടാൻ ഞാനൊരു ചാൻസ് തരാം. ഔട്ട് ഓഫ് മൈ വേ എന്ന് ആക്രോശിച്ചുകൊണ്ട് ബാറ്റ്മാൻ തൻ്റെ തോളിലെ കൂർത്ത മുള്ളുകളുള്ള കേപ്പും ഉയർത്തിപ്പിടിച്ച് അവരെ ആക്രമിക്കാൻ അടുത്തേക്ക് കുതിക്കുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ജനക്കൂട്ടത്തിന് നേരെ അക്രമികൾ നേരത്തെ വെച്ച കെണികൾ പൊട്ടിത്തെറിക്കുന്നു. ആൽഫ്രഡ് തോക്കുമേന്തി സംഭവ സ്ഥലത്തേക്ക് വരുന്നു. ബാറ്റ്മാൻ്റെ തലയ്ക്ക് നേരെ തൻ്റെ അപൂർവമായ DC-34 ഓട്ടോമാറ്റിക് ഷോട്ട് ഗൺ ചൂണ്ടി ആൽഫ്രഡ് പറയുന്നു, കണ്ണ് ചിമ്മുന്ന സമയം കൊണ്ട് നിന്റെ തലച്ചോറ് ഞാൻ ഈ വഴിയോരത്ത് ചിതറിക്കും. ബാറ്റ്മാൻ ഒട്ടും ഭയക്കാതെ കേട്ടിട്ട് അപകടകാരിയാണല്ലോ എന്ന് പറഞ്ഞ് ഒറ്റ തൊഴിക്ക് ആൽഫ്രഡിനെ വീഴ്ത്തി ആൽഫ്രഡിൻ്റെ കയ്യിലുള്ള തോക്കും കൈക്കലാക്കും. ബാറ്റ്മാൻ ആരാണെന്ന് ആൽഫ്രഡ് അന്വേഷിക്കുന്നു. ബാറ്റ്മാൻ ഇവിടെ റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമല്ല. 24 വയസ്സുള്ള ഒരു കൺസ്ട്രക്ഷൻ വർക്കറാണ് ഈ ബ്രൂസ് വെയ്ൻ. അമ്മ സോഷ്യൽ വർക്കറും അച്ഛൻ അധ്യാപകനുമായിരുന്നു. കുട്ടിക്കാലത്ത് ഗോതം സൂവിലേക്ക് പോയപ്പോൾ നടന്ന വെടിവെപ്പിൽ ബ്രൂസിൻ്റെ അച്ഛൻ കൊല്ലപ്പെടുന്നു. അന്ന് അച്ഛൻ ബ്രൂസിനെ രക്ഷിക്കാൻ വേണ്ടി ബൂത്തിലെ വാതിലടച്ച് സ്വയം ബലി അർപ്പിക്കുകയായിരുന്നു. അച്ഛൻ്റെ മരണശേഷം ക്രിമിനൽ സൈക്കോളജി, കെമിസ്ട്രി, മിലിറ്ററി തിയറി, അപ്ലൈഡ് മെക്കാനിക്സ് എന്നിവ സ്വന്തമായി പഠിച്ച് സിറ്റിയിൽ പവർ ഗ്രിഡിലും മറ്റ് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലും ജോലി ചെയ്ത് ഗോതം സിറ്റിയെ മുഴുവൻ പഠിച്ചെടുക്കുകയായിരുന്നു ബ്രൂസ് തൻ്റെ വീട്ടിലെത്തി അമ്മയെ കാണുമ്പോൾ ദൂരെ മാറി നിന്ന് ആൽഫ്രഡ് അവരെ തോക്കിന് മുന്നിൽ നിരീക്ഷിക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇവനെ ഇവിടെ വെച്ച് കൊല്ലാം, പക്ഷേ ഇവനൊരു പാവം ചെറുപ്പക്കാരനാണെന്ന് ആൽഫ്രഡ് ചിന്തിക്കുന്നു. ആ സമയം ആൽഫ്രഡിൻ്റെ ഫോണിലേക്ക് മകൾ ജൂലിയുടെ മെസ്സേജ് വരുന്നു, ഇനി എന്നെ ബന്ധപ്പെടരുത്. ബ്രൂസ് വെയ്ൻ തൻ്റെ ഹൈടെക് സിസ്റ്റത്തിൻ്റെ മുന്നിലിരുന്ന് അക്രമികളുടെ മാസ്കിനെ പറ്റി റിസർച്ച് ചെയ്യുകയാണ്. ഈ മാസ്കുകളിൽ പ്രത്യേക സർക്യൂട്ടുകൾ അടങ്ങിയിരിക്കുന്നുവെന്ന് അവൻ കണ്ടെത്തുന്നു. വെയ്ൻ ഉണ്ടാക്കിയ ബിൽഡിങ്സിൻ്റെ മുകളിലൂടെ തോക്കുമായി ബ്രൂസിന് നേരെ കടന്നു വരുന്നു. എന്നാൽ ആൽഫ്രഡ് അവിടെ എത്തുമെന്ന് ബ്രൂസിന് നേരത്തെ അറിയാമായിരുന്നു. അവൻ അവിടെ എത്തിയ നിമിഷം പോയിൻ്റ് ബ്ലാങ്കിൽ ആൽഫ്രഡിന് നേരെ തിരിയുന്നു. ബാറ്റ്മാൻ തനിക്ക് നേരെ സ്വന്തം ഷോട്ട് ഗണ്ണ് ചൂണ്ടി നിൽക്കുമ്പോൾ ആൽഫ്രഡ് പറയുന്നു, നിനക്ക് കുറച്ചും കൂടി വിവരം ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. ഒടുവിൽ നിൻ്റെ ആദർശങ്ങളെല്ലാം നിന്നെ തളച്ചിടുമ്പോൾ നീ തോക്കെടുക്കാൻ തുടങ്ങിയാണ്. ആ തോക്ക് എനിക്ക് താ, നിനക്ക് ആളുകളെ കൊല്ലാനാവില്ല. എന്നാൽ ബാറ്റ്മാൻ യാതൊരുവിധ ദയയുമില്ലാതെ ആൽഫ്രഡിൻ്റെ നെഞ്ചിൽ പോയിൻ്റ് ബ്ലാങ്കിൽ വെടി തീർക്കുന്നു. വെടിയേറ്റ ആൽഫ്രഡ് ദൂരത്തേക്ക് തെറിച്ചു വീഴും. ബോധം വന്ന ആൽഫ്രഡ് ഞെട്ടലോടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ആ തോക്ക് ഇതിനകം മോഡിഫൈ ചെയ്ത് ബാറ്റ്മാൻ നോൺ ലീതലാക്കി മാറ്റിയിരിക്കുന്നു. ആൽഫ്രഡിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. സ്വന്തം പിസ്റ്റൾ അടുത്ത് കിടക്കുന്നത് കണ്ട് ബ്രൂസ് തനിക്കത് തിരിച്ചറിഞ്ഞ് തന്നതാണെന്ന് മനസ്സിലാക്കുന്നു. പെട്ടെന്ന് തൻ്റെ ബൈക്കിൻ്റെ റോറിംഗ് ശബ്ദം ആൽഫ്രഡ് കേൾക്കുന്നു. കെട്ടിടത്തിൻ്റെ ചില്ല് തകർത്ത് ആൽഫ്രഡിൻ്റെ ബൈക്കുമായി പുറത്തേക്ക് ചാടുന്നതിന് മുമ്പ് ബ്രൂസ് പറയുന്നു, ആളുകളെ പിന്തുടരുന്നത് നീ മാത്രമല്ല. 1000 അടി ഉയരമുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ബാറ്റ്മാൻ ആൽഫ്രഡിൻ്റെ ബൈക്കുമായി ഫുൾ മൂണിൻ്റെ വെളിച്ചത്തിൽ കുതിച്ചു ചാടുന്നു. പരിക്കേറ്റ തലയും തടവി ആൽഫ്രഡ് ചിന്തിക്കുന്നു,
ഇവനിത് എവിടെ ചെന്നാണ് ലാൻഡ് ചെയ്യാൻ പോകുന്നത്? വവ്വാലുകൾക്ക് ശരിക്കും ഭ്രാന്താണ്. പരിക്കേറ്റ ആൽഫ്രഡ് തൻ്റെ ഏജൻസിയുമായി സംസാരിക്കുന്നു. പാർട്ടി ആനിമൽസ് ഗാങ്ങിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഏജൻസി നിർദ്ദേശിക്കുന്നു. ഇതിനിടയിൽ ആൽഫ്രഡ് താൻ വർഷങ്ങളായി പിന്തുടരുന്ന പഴയൊരു ടാർഗറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഹെൻറി ഡ്യൂക്കാർട്ടിനെയും ലീഗ് ഓഫ് അസാസിൻസിനെയും കൊന്നുതള്ളിയ ഏതൊരു ഭീകരൻ ഫിലിപ്പീൻസിലെ മനിലയിൽ മുങ്ങിയിരിക്കുകയാണ്. മനിലയിലെ ഒരു സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ വൻ സുരക്ഷയോടെ ഒരാൾ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നു. ലോകത്തിലെ ഏറ്റവും റിച്ചായ 30 ആളുകളിൽ ഒരാളാണ് ഇയാൾ. ഇയാളുടെ യഥാർത്ഥ പേരോ ഐഡൻറ്റിറ്റിയോ ആർക്കും അറിയില്ല. ഇയാൾക്ക് ചിരി എന്നത് തീരെയില്ല. ഒരു കാര്യത്തിലും ഇയാൾ ചിരിക്കാറില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതാരാണെന്ന്. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ കൊണ്ട് തന്നെ അയാളെ ആളുകൾ വിളിക്കുന്ന പേര് ജോക്കർ. അങ്ങനെ ആബ്സല്യൂട്ട് ബാറ്റ്മാൻ കോമിക്സിൻ്റെ ഇഷ്യൂ 1 നമ്മൾ മൊത്തമായി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു കോമിക്സിൻ്റെ അടുത്ത ചാപ്റ്ററും കൂടി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക.